ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞൂല്ലേ? എല്ലാവരും നല്ലൊരു സദ്യയൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ കറങ്ങാൻ പോയിട്ടുണ്ടാവും കുറച്ച് പേരൊക്കെ. ചിലരൊക്കെ വീട്ടിലിരുന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുവന്ന് വരൂല്ലേ? അപ്പോൾ സ്കിപ്പ് ചെയ്തൊന്ന് കണ്ടോളൂ കേട്ടോ. എന്തെങ്കിലും ഒരു പ്രയോജനം എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിച്ചു എന്ന് വിചാരിക്കണു. നല്ലൊരു ഓണം, 10 ദിവസമായിട്ട് ഓണത്തോട് ഓണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാവരും പഴയ പോലെ സ്കൂളിൽ പോകുന്നവർ സ്കൂളിൽ പോകും, കോളേജിൽ പോകുന്നവർക്ക് കോളേജിൽ പോകും, പിന്നെ ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകും. അല്ല, സ്കൂളിൽ പോകുന്ന ഒരാഴ്ച കൂടിയുണ്ട്, അടുത്ത തിങ്കളാഴ്ച തുറക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പോൾ സദ്യ ഒന്നും ഞാനും ഇങ്ങനെ അധികമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ രാവിലെ അട ഉണ്ടാക്കി, പൂവട ഉണ്ടാക്കി, മാവേലിക്ക് വേണ്ടി നമ്മുടെ തൃക്കാക്കരപ്പന് വേണ്ടി നിവേദിച്ചു. പിന്നെ പഴം ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല, കാരണം ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. എത്ര വേണം, ഒരടയിൽ നിന്നൊരു ചായയും കുടിച്ചാൽ വയറ് നിറയും. പിന്നെ ഉച്ചയ്ക്ക് ഊണെന്ന് പറയുമ്പോൾ പായസം വെച്ചു കേട്ടോ, സേമിയ പായസം വെച്ചു. നമ്മുടെ മിക്സിയിൽ സേമിയ മിക്സ് വാങ്ങിച്ച് അങ്ങനെ വെക്കുക ചെയ്ത്. അതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് വിൽക്കും. കാരണം ഞാൻ മോളിവിടെ ഇല്ലാത്ത കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രം കഴിക്കാൻ തോന്നിയില്ല, സദ്യ ഒന്നും ഉണ്ടാക്കാനും തോന്നിയില്ല. അവിടെ അയർലൻഡിൽ അങ്ങനെ എന്താ പറയുക, നല്ല കഷ്ടം തോന്നിപ്പോവും. മക്കൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, പഠിക്കാനാണ്, എന്നാലും അവർക്ക് നല്ലൊരു ഇതൊക്കെ മിസ്സായി പോവുമല്ലേ. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. അത് കാരണം ഞാൻ ആകെ ഒരു കറി, പരിപ്പിട്ട് ഒരു സാമ്പാർ വെച്ചു, പിന്നെ സേമിയ പായസം വെച്ചു. അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ എന്താ അറിയാമോ, നമ്മളൊരു നല്ല വിശേഷം വരുമ്പോൾ നമ്മൾ വീട്ടിൽ വെക്കണം. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് പോയി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഈ ഓണസദ്യയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ നല്ലതാണ്. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മധുരം നമ്മൾ വെക്കണം കേട്ടോ. അത് ഞാൻ പഴയ ആൾക്കാർ പറഞ്ഞത് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നമ്മുടെ ആ അടുപ്പാണ്. അപ്പം നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു മധുരമെങ്കിലും അതിൽ വെക്കണം കേട്ടോ. കാരണം ഞാൻ എല്ലാവർക്കും കൂടി ഒരു അഡ്വൈസാന്ന് വെച്ചോളൂ. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ പട്ടിണിക്ക് ഇടരുതെന്ന് പറയും. കാരണം നമ്മൾ അന്നത്തെ ദിവസം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് അങ്ങനെ മൂടി വെച്ചേക്കല്ല, അടുപ്പെന്നാണ് ഉദ്ദേശിക്കണേ. അത് അങ്ങനെ തന്നെ മൂടി വെച്ചാൽ അപ്പോൾ അതിന് ഒരു വിഷമാവും എന്നാണ് പറയണത്. അപ്പോൾ കാര്യം കാപ്പി ചായയൊക്കെ വെക്കില്ലേ എന്ന് ചോദിക്കും. വേണമെങ്കിൽ നെഗറ്റീവായിട്ട് എങ്ങനെയൊക്കെ പറയാം കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു മധുരം, ജസ്റ്റ് ഒരു നമ്മൾ ഭഗവാൻ നേദിക്കാൻ വേണ്ടി ഒരു പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരവരെ കൊണ്ടാവുന്ന എന്താണോ അങ്ങ് ഉണ്ടാക്കി കുറച്ച് ചോറ് വയ്ക്കുക. നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ഇതാണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനും ചെയ്യാറുണ്ട്. വീട്ടിൽ എത്രയൊക്കെ പുറമെ പോയി കഴിച്ചാൽ അന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി ചോറും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്നലെ രാത്രി കഴിക്കാമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ ഓണം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിച്ചോളൂ. അപ്പോൾ ഇന്ന് ഓണം കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ, വർഷത്തിലൊരു ദിവസം മാവേലിയെ ഓർക്കാൻ വേണ്ടി നമ്മളൊരു ഓണം ആഘോഷിക്കുന്നതും അതിൻ്റെ കഥകളും ഒക്കെ അറിയാമല്ലേ. അതുപോലെ നമ്മളെയും കുറച്ച് പേരൊക്കെ ഓർക്കണ്ടേ. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക. നമ്മളെ ഓർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നല്ലത് പ്രവൃത്തി ചെയ്യണം അല്ലേ. നമ്മളുടെ കാര്യം, അതായത് മറ്റുള്ളവർ വെറുക്കാത്ത രീതിയിൽ നമ്മൾ ഓരോരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ ഓർത്തു പോകും. അന്ന് അവൾ അങ്ങനെ പറഞ്ഞത് കാരണം ഇന്ന് എനിക്കിത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അന്ന് അവൾ അങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് എനിക്ക് ഇന്ന് ഇത് ചെയ്യാൻ പറ്റി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഇന്ന് മുതൽ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ നമ്മളെ പറ്റി ആരെങ്കിലും ഓർക്കുന്നുണ്ടാവും. മറ്റൊന്നുമല്ല, നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉള്ളവന് വാരിക്കോരി കൊടുത്തിട്ട് കാര്യം ഇല്ല കേട്ടോ. ഇല്ലാത്തവന് കൊടുക്കാൻ നോക്കുക. ഈ ഇല്ലാത്തവൻ എന്ന് പറയുമ്പോൾ അവൻ ഇല്ലാത്തവനാണോ എന്ന് ഒന്ന് പുറകെ കൂടെ അന്വേഷിക്കാൻ വേണം കേട്ടോ. അല്ലാതെ ചുമ്മാ ഒരുത്തൻ എനിക്ക് ഇല്ല തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നാൽ എടുത്തു കൊടുത്തിട്ടും കാര്യമില്ല. നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ കടന്നു വരികയാണ്. അന്നേരം നമ്മൾ നമ്മുടെ മൂഡ്, അതായത് നമുക്ക് ഓരോ സമയത്ത് ഓരോ മൂഡൊക്കെ ആയിരിക്കും. ചിലവർ വീട്ടിൽ ദേഷ്യപ്പെട്ടിരിക്കണമായിരിക്കാം, ചിലർക്ക് സന്തോഷം ഉണ്ടാവാം, ചിലവർ ആകെ അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കാം. പക്ഷെ ആ സമയത്ത് കടന്നു വരുന്ന ഓരോരുത്തരും അപ്പം നമ്മൾ പെരുമാറുന്നത് അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരാൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, അത് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് ഒക്കെ എങ്ങനെയാണ്, അവിടെയാട്ടോ നമ്മുടെ നല്ല സ്വഭാവം ചീത്ത സ്വഭാവമൊക്കെ വരുന്നത്. ചില ദിവസങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് നല്ല ക്ലീനായിട്ട് വീടൊക്കെ വെച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അന്ന് ഒരു മനുഷ്യൻ കടന്നു വരില്ല. അതേസമയം നമ്മൾ ചിലപ്പോൾ പഴയ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇട്ടേക്കണം. എന്തെങ്കിലും ജോലി തിരക്കോ അല്ലെങ്കിൽ അടിച്ചു വാരലും തൂക്കലും അങ്ങനെയൊക്കെ വരുമ്പോൾ പൊടി പിടിച്ച് ഒരുപാട് വരുമ്പോൾ പഴയ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ചെയ്യാറുണ്ട്.
എന്ന് പറഞ്ഞാൽ പഴയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഈ മാറാല തൂക്കാനും അല്ലെങ്കിൽ അടിച്ചു വരി തുടയ്ക്കാനൊക്കെ ചെയ്യാറുണ്ട്. കാരണം ചെളിയായ അറിയാത്ത രീതിയിലും ഒക്കെ നോക്കി അങ്ങനെ കുറച്ച് പേരുണ്ട്. ഞാനും ഉണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണിയൊന്നും തീർന്നിട്ടുണ്ടാവില്ല. പാത്രങ്ങളാണെങ്കിൽ കിച്ചണിൽ സിങ്കിൽ കിടക്കണു, തുണികളാണെങ്കിൽ കഴുകാൻ കിടക്കണു, അടിച്ചു വാരി തുടച്ചിട്ടില്ല, മാറാൽ പിടിച്ച് കിടക്കണു, അത് ചെയ്യണു ഇത് ചെയ്യണു. അതിനിടയ്ക്ക് ഒരാൾ കയറി വരുമ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു റിയാക്ഷൻ അതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് സഹതാപമായിരിക്കും അല്ലേ? എന്ത് ചെയ്യണം? ഇന്നലെ അപ്പം നമ്മൾ എന്തിനു പറയും, ഇന്നലെ വരെ ഞാനിവിടെ വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ച് നല്ല ഡ്രസ്സ് ഇട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് ഇരിക്കുകയായിരുന്നു, ഒരു മനുഷ്യൻ പോലും കടന്നു വന്നില്ല. എന്നാൽ ഇന്ന് നോക്ക്, ഒക്കെ ബുക്ക് വാരി, കുട്ടികളാണെങ്കിൽ കളിപ്പാട്ടങ്ങൾ അവിടെ ഇവിടെ കൊണ്ടിട്ടേക്കണു, ബുക്കുകൾ വാരി വെതറിയിട്ടേക്കണു, അവിടെ ഇവിടെ തുണികൾ അത് ഇത് എന്ന് വേണ്ട ചപ്പ് ചവറ് പോലെ കിടക്കണു. ആ സമയത്തായിരിക്കും ഗസ്റ്റ് കയറി വരുന്നത്. ഇത് എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവമാട്ടോ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ വീട്ടിലും ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ചിലവർ നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ചിലപ്പോൾ സംസാരിക്കും. നീ എനിക്ക് എന്താ പണി, നിനക്കൊക്കെ വൃത്തിയാക്കി കൂടെ, എന്താ ഇങ്ങനെ കിടക്കണത്, അവൻ അങ്ങനെ പറയൂ, അവൻ സമ്മതിക്കും ഇങ്ങനെയൊക്കെ കിടന്ന, അവൻ ചീത്ത പറയില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്ന കുഴപ്പമില്ലേ, നമ്മുടെ കെട്ടുവാനായിട്ട് ഉദ്ദേശിക്കണത്, ഇങ്ങനെയൊക്കെ കിടക്കണ്ടല്ലോ, നിനക്ക് എന്താ പണി, നിനക്കത് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പറയുന്ന വീട്ടമ്മ ഉണ്ടല്ലോ, സകല ജോലിയും കഴിഞ്ഞ് ജോലിക്കും പോയി വന്ന് വീട്ടിലെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു അവധി കിട്ടുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ നടക്കണത്. കാരണം എന്നും രാവിലെ എണീക്കണു, ഓടണു, വീട്ടിലെ കാര്യം നോക്കണു, ജോലിക്ക് പോകണു, വീട്ടിൽ വന്ന് വീണ്ടും രാത്രി കിടന്നുറങ്ങണു, ഇത് തന്നെ റുട്ടീനാണ്. ഒരു ദിവസം ഒരു അവധി കിട്ടുമ്പോൾ ചിലപ്പോൾ ഒന്ന് എണീക്കാൻ വൈകിപ്പോയി കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും നമ്മുടെ വീട്ടിലെ അവസ്ഥ. ഇതിലൊന്നും ഞാൻ തെറ്റു പറയില്ല കേട്ടോ, കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ്. കാരണം ഞാനാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ട്യൂഷൻ എടുക്കേണ്ട വീട്ടിൽ, എനിക്ക് അല്ലാതെ കുറച്ച് ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ വരുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറ്റം പറയണവർ അതങ്ങോട്ട് പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ പറയും എന്നെക്കൊണ്ട് ഇതേ പറ്റുള്ളൂ, എന്നെക്കൊണ്ടാവുന്നു. കാരണം നമ്മൾ വീട് മാത്രം വൃത്തിയാക്കിക്കൊണ്ടും എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളെ കൊണ്ടാവുന്നത്ര നമ്മൾ ചെയ്യും. ചില ദിവസം ഒന്ന് വൈകിപ്പോയാൽ അന്നത്തെ ദിവസമായിരിക്കും ഈ പറയുന്ന കുറ്റം പറയാൻ വേണ്ടി മറ്റുള്ള ഓരോ ഗസ്റ്റുകൾ വരുന്നത്. എന്നിട്ട് അവർ വെറുതെ ഇരിക്കുമോ, എന്നാൽ അവർ മനസ്സിലാക്കുമോ? അതും ചെയ്യില്ല. അതിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. അവസാനം കുറ്റം ആർക്ക്? രണ്ടുപേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും കുറ്റമായിരിക്കും. അവർ പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടും കൂടി അടിപിടി തുടങ്ങും. നിങ്ങൾക്ക് അത് ചെയ്തുകൂടായിരുന്നോ, അല്ലെങ്കിൽ എനിക്ക് ചെയ്തുകൂടായിരുന്നോ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അവസാനം വന്നവൻ ചായയും കുടിച്ചിട്ട് പോകും, വീട്ടിലുള്ള പെണ്ണും ആണും കൂടി തമ്മിൽ തല്ലായിരിക്കും. ഇപ്പം എല്ലാവർക്കും, നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന എല്ലാ സ്ത്രീകൾക്കും എപ്പോഴും വീട് അടിച്ച് തൂത്ത് വൃത്തിയാക്കി വെക്കണമെന്ന് പറഞ്ഞാൽ നടക്കുള്ള കേസല്ല കേട്ടോ. കാരണം ആളെ വെച്ച് നിർത്താൻ അതിനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല. സാധാരണക്കാരൻ നമുക്കറിയാലോ എത്ര ശമ്പളം കിട്ടും, അത് രണ്ട് കുട്ടികളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം, ചിലപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും, നമുക്ക് എന്ത് കിട്ടും എന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരാളെ വെച്ച് മിനിമം ഒരു ദിവസം ഇപ്പോൾ ഒരാളെ നിർത്തണമെങ്കിൽ ഒന്ന് വീട്ടിലെ മൊത്തം പണിയാണെങ്കിൽ 1000 രൂപയാണ്. ആ 1000 രൂപയും കൊടുത്ത് എന്താ പറയുക, 2 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെ മുതലിക്കുമോ? കാരണം കിട്ടുന്ന പൈസ മുഴുവൻ അവർക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ കൊണ്ടാവുന്നത് അവർ ചെയ്യും, ജോലിക്ക് പോകും, വീട്ടിൽ വരും. ഒരു അവധി ദിവസം കിട്ടുമ്പോൾ ഇതുപോലെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലങ്കോലമായിട്ട് കിടക്കായിരിക്കും. കാരണം അവർ ചെയ്യാതിരിക്കില്ല, കുറച്ച് വൈകി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതൊക്കെ ചിന്തിക്കാതെയാണ് ഈ ഓരോരുത്തരും പറയണതേ. ഈ പറയുന്നവർക്ക് എന്തായാലും അവർക്ക് പറയണതിന് തന്നെ കുഴപ്പം, കുറ്റം പറയണതിന് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. കാരണം കുറ്റം പറയണമെന്ന് പറഞ്ഞ് ചിലവരങ്ങനെ ജന്മം എടുത്തേക്കണവരാണ്. അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞിട്ട് പോട്ടേന്ന് അങ്ങോട്ട് വെക്കുക. പിന്നെ എല്ലാവരും പറയും, നമ്മുടെ വീട് വൃത്തിയാക്കി തൂത്ത് തുടച്ചില്ലെങ്കിൽ മഹാലക്ഷ്മി വരില്ല, ഐശ്വര്യം വരില്ല. അതൊക്കെ ശരിയാട്ടോ, കുറച്ചൊക്കെ ശരിയാണ്, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഞാനായാലും തൂത്ത് തുടച്ചൊക്കെ വെക്കും. പിന്നെ നമ്മുടെ സമയവും സന്ദർഭം അനുസരിച്ചൊക്കെ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും പരമാവധി എന്ന് രാവിലെ എഴുന്നേൽക്കുക, അടിച്ചു വാരുക, കുറച്ച് വെള്ളമൊക്കെ തെളിക്കുക, അതൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. ആ ചിട്ടയൊക്കെ അതൊന്നും ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ തുടയ്ക്കണത് കുറച്ച് വൈകിയായിരിക്കും തുടയ്ക്കണത് മാത്രമേ ഉള്ളൂ. കാരണം കാലത്ത് തന്നെ എനിക്ക് ട്യൂഷൻ കുട്ടികളൊക്കെ വരുന്ന കാരണം നേരത്തെ തന്നെ തുടയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിള്ളേരൊക്കെ പോയി ഒരു 9 മണി കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വാരി തുടയ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പണികൾ, പിന്നെ മാറാലി അടിക്കലെന്ന് പറഞ്ഞാൽ അത് എന്നും നമുക്ക് നടക്കണ കാര്യമല്ല. കണ്ണിൽ കാണുമ്പോൾ അപ്പം അതങ്ങ് തൂക്കും, അത്രയേ ഉള്ളൂ. വീട്ടിലുള്ള അംഗങ്ങൾ ആരൊക്കെയുണ്ട്, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, കുട്ടികൾ, എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ആ വീടൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും, നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഒരാൾ മാത്രം വിചാരിച്ച് ചെയ്യുമ്പോഴാട്ടോ പറ്റാണ്ടാവണത്. ഭാര്യ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി എടുത്ത് ചെയ്യുകയാണെങ്കിൽ എത്രയോ സുന്ദരമായിരിക്കില്ലേ ആ വീട്. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു ക്ലീൻ ചെയ്ത് നല്ല ഐശ്വര്യപൂർണ്ണമാക്കി എടുക്കാൻ പറ്റും.
എന്തായാലും നമ്മൾ ഈ ഓണത്തിന് മുമ്പ് എല്ലാവരും ഒന്ന് അടിച്ച് കഴുകി വാരി തൂത്ത് ഒക്കെ ചെയ്ത് വീട് നല്ല ഡീപ്പ് ക്ലീൻ ആക്കിയിട്ടുണ്ടാവും. ശരിയല്ലേ? ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ പുറയിൽ വല്ല മാറാനുണ്ടോ നോക്കരുത് കേട്ടോ. ചിലപ്പോൾ അതിനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം വീണ്ടും ആശംസിക്കുന്നു. ഓണം കഴിഞ്ഞു, എന്നാലും ഇനിയുണ്ടല്ലോ 2 ദിവസം കൂടി, 1-ാം ഓണം 2-ാം ഓണം എന്നൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചതയം വരെ ഓണാഘോഷങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ മതി. എല്ലാവരും ഓണം സദ്യ ഉണ്ടും ഒക്കെ സിനിമ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ പുറത്ത് പോയി ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ അടിച്ച് പൊളിക്കണ്ടാവും. അപ്പോൾ ഇത് കൂടുതൽ പറഞ്ഞ് ആകെ ഞാൻ ചളമാക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം വീണ്ടും ആഘോഷിക്കുന്നു, അല്ല വീണ്ടും ആശംസിക്കുന്നു. തെറ്റിപ്പോവുക മക്കളെ. പോട്ടെ, സാരമില്ല. അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും